ഹലോ. അപ്പം ഞാൻ ചീമച്ചക്ക കൊണ്ട് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പകുതി ചീമച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ട് തീയൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം ഞാൻ പകുതി എടുത്തു. അപ്പം നമുക്കിനി ബജിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അപ്പം ഞാൻ ബാറ്റർ തയ്യാറാക്കുന്നതിൽ സ്പെഷ്യലായിട്ട് ഒരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ അത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് 1 ഗ്ലാസും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി, പിന്നെ നമുക്കിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എല്ലാം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, മുട്ടയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ട് മൈദമാവും അരിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നല്ലപോലെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവായിരിക്കണം കേട്ടോ. കാരണം ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. കട്ടിയായി പോയാൽ നമ്മൾ എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറമുള്ള മാവ് മാത്രമേ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അകത്തുള്ള ആ ഒരു ചീമച്ചക്ക നമുക്ക് വെന്ത് കിട്ടത്തില്ല. പുറമേ മാത്രമേ നല്ല മൊരിഞ്ഞ് വരത്തുള്ളൂ. ലൂസായി പോയാൽ നമുക്ക് എണ്ണയിലിടുമ്പോഴത്തേക്കും മാവെല്ലാം പിരിഞ്ഞിങ്ങനെ ചീമച്ചക്കയിൽ നിന്ന് വിട്ടിങ്ങനെ അങ്ങ് പോവും, നല്ലപോലെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീമച്ചക്കയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ബജിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലും കട്ട് ചെയ്തെടുക്കാം, അല്ലാതെ കുറച്ചുകൂടെ വീതി കുറച്ച് നീളത്തിന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷമേ ഇത് നമുക്ക് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുന്നത് വരെ ഫ്ലെയിം നമ്മൾ നല്ലപോലെ കൂട്ടി വയ്ക്കണം. അത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചീമച്ചക്ക ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രമേ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അകത്ത് നമുക്ക് വേകാതെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ അകഭാഗമെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല ബജി റെഡിയായിട്ടുണ്ട് കേട്ടോ. ചീമച്ചക്ക കൊണ്ടുള്ള നല്ല ബജി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എടുത്തതിന് ശേഷം അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ചീമച്ചക്ക ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം കമൻറ്റ്സ് വഴി അറിയിക്കണം കേട്ടോ. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.